ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. നിന്നെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. നിന്നെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നിന്നെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. നിന്നെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ജനങ്ങൾ അവനെ പലവിധത്തിൽ ആണ് മനസ്സിലാക്കിയിരുന്നത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്ന നിക്കോദെമോസ് യേശുവിനെ ഒരു ഉപദേഷ്ടാവായിട്ടായിരുന്നു കണ്ടത്. നിക്കോദെമോസ് യേശുവിനോട് പറയുന്നത്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. യോഹന്നാൻ 3:2. ലൂക്കോസ് 10:39 യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുന്ന മറിയെക്കുറിച്ച് പറയുന്നുണ്ട്. കാൽക്കൽ ഇരിക്കുക എന്നത് ശിഷ്യത്വത്തിൻ്റെ സ്വഭാവം ആണ്. അങ്ങനെയെങ്കിൽ മറിയ യേശുവിനെ കണ്ടത് ഒരു ഗുരുവായിട്ടാണ്. പടകിൽ യാത്ര ചെയ്ത ശിഷ്യന്മാർ കൊടുങ്കാറ്റ് നിമിത്തം പടക് തിരകളാൽ മുങ്ങുമ്പോൾ നിലവിളിച്ച് പറഞ്ഞത്, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ച് പോകുന്നു. മത്തായി 8:25. ഈ സമയം ശിഷ്യന്മാർ യേശുവിനെ കണ്ടത് അപകടത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ എന്ന നിലയിൽ ആണ്. ശമര്യസ്ത്രീ യേശുവിനെ വിവിധ നിലകളിൽ കാണുന്നുണ്ട്. ശമര്യസ്ത്രീ പറയുന്നത്, നീ ഒരു യഹൂദൻ, യോഹന്നാൻ 4:9. നീ യജമാനനാണ് 4:11. നീ ഒരു പ്രവാചകനാണ് 4:19. ഒടുക്കം അവൾ അവനിൽ ക്രിസ്തുവിനെ കണ്ടു. യോഹന്നാൻ 4:29. 25 വാക്യത്തിൽ അവൾ യേശുവിനെ കുറിച്ച് പറയുന്നത്, നീ മശിഹയാകുന്നു എന്ന്. ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ശിമോൻ പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. മത്തായി 16:15-16 വാക്യങ്ങൾ. എന്നാൽ തോമസ് ഒരു പടി കൂടി കടന്ന് പറയുന്നത്, നീ എൻ്റെ ദൈവവും എൻ്റെ കർത്താവും ആകുന്നു. യോഹന്നാൻ 20:28. യേശു എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന കർത്താവാകുന്നു എന്ന തോമസിൻ്റെ സാക്ഷ്യം യേശു നമ്മുടെ ജീവിതത്തിൽ ആരായിരിക്കണം? അവൻ നമ്മിൽ കർത്തൃത്വം നടത്തുന്നവനാകണം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവൻ കർത്തൃത്വം നടത്തുന്നവനായിരിക്കണം. പൗലോസ് നമുക്ക് നൽകുന്ന ആലോചന, നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. കൊലോസ്യർ 2:6. യേശു നമ്മിൽ കർത്തൃത്വം നടത്തുവാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? 1, നമ്മെ തന്നെ യേശുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. ദൈവീ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിപ്പാൻ കഴിയില്ല. ആ ഒരു ചിന്തയാ നമ്മിൽ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നാം പ്രാധാന്യം നൽകും. ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ചിലതിനെയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം നൽകും. എന്നാൽ പാലിക്കേണ്ടത് സ്വന്തം ഇഷ്ടമല്ല, ദൈവ ഇഷ്ടം മാത്രമാണ്. കർത്താവ് പോലും പിതാവായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് ഏൽപ്പിച്ച് കൊടുത്തത്. കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം മാത്രമാണ് ചെയ്തത്. യോഹന്നാൻ 5:30. പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത യേശു ഗത്സമനയിൽ യേശു പ്രാർത്ഥിക്കുന്നത്, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ. ലൂക്കോസ് 22:42. പിതാവിൻ്റെ ഇഷ്ടം തന്നിൽ നിവർത്തിക്കേണ്ടതിന് യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമ്മുടെ ഇഷ്ടം മാറ്റിവെച്ച് യേശുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. വേദന ഏൽക്കാതെ, നമുക്കുള്ളത് പലതും നഷ്ടപ്പെടുത്താതെ യേശുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. യേശുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആണ് അവൻ നമ്മിൽ കർത്തൃത്വം നടത്തുന്നത്. അപ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, എന്നെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യർ 2:20 വാക്യം.
2, യേശുവിൻ്റെ അധികാരത്തിന് വിട്ടുകൊടുക്കണം. മത്തായി 11:29 എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് യേശു പറയുന്നുണ്ട്. നുകമേൽക്കുക എന്നാൽ എന്താണ്? നിലമുഴുന്ന കാളയുടെ കഴുത്തിൽ നുകം വയ്ക്കണം. നുകം വയ്ക്കുന്നതിന് വേണ്ടി കാള തൻ്റെ തല കുനിക്കുന്നു. നുകം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാളയ്ക്ക് ഇടം വലം തിരിയുവാൻ കഴിയില്ല. പിന്നെ കാള യജമാനന്റെ പൂർണ്ണ അധികാരത്തിന് കീഴില്ല. നിലം ഉഴുന്നത്. ഈ വിധത്തിൽ നമ്മുടെ തല കർത്താവിന് മുൻപിൽ കുനിയണം. തല കുനിയുക എന്നത് യജമാന്റെ അധികാരത്തിന് ഏൽപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. നുകം വയ്ക്കുമ്പോൾ കാളയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. കർത്താവിൻ്റെ മുൻപിൽ തല കുനിച്ചാൽ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നമ്മുടെ ഇഷ്ടം പോലെ നടപ്പാൻ കഴിയില്ല. യജമാൻ്റെ കീഴിൽ യജമാനെ അനുസരിക്കുന്ന ഒരു ദാസനായി നാം തീരുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ എത്തുകയല്ല ചെയ്യുന്നത്. കർത്താവിൻ്റെ നുകം മൃദുവും അവൻ്റെ ചുമട് ലഘുവും ആകുന്നു. മത്തായി 11:30. കർത്താവിൻ്റെ അധികാരത്തിന് വിട്ടുകൊടുക്കുന്നവർ കർത്താവിൻ്റെ പൂർണ്ണമായി അനുസരണത്തിന് കീഴിൽ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ ഒറ്റക്കളത്തിൽ കാണുന്ന ഏറ്റവും വലിയ പാപം അനുസരണക്കേടാണ്. അനുസരിക്കുന്ന യാഗത്തെക്കാളും മൂറ്റാടുകളുടെ മേധസ്സിനേക്കാളും ആരാധനയിൽ പങ്കുചേരുന്നതിനേക്കാളും ഒക്കെ നല്ലതാണ്. പൂർണ്ണമായ അനുസരണമാണ് കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ആകുവാനുള്ള ഏകമാർഗം. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അവകാശവും നിന്റെ ഹിതത്തിനായി പൂർണ്ണമായി വിട്ടുതരുന്നു. ആമേൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻ ഗീതമെന്തെന്നോ ഞാൻ അറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള